എടുക്കട്ടെ വണ്ടി വരുമ്പോ ഈ 3 മീറ്റർ ഇവിടുന്ന് കവായൂർ വരണം. നമുക്ക് ഇവിടുന്ന് കവായൂർ വരണം. നല്ല വെള്ളമൊക്കെ പോകുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ആ റോഡ് സൈഡിൽ കൂടെ ഒരാൾക്ക് നടക്കാൻ കഴിയുമ്പോൾ വെള്ളം തെറിച്ച് കണ്ടില്ല. വണ്ടിക്കാരൻ ആ വെള്ളം കണ്ടുകൊണ്ട് സ്പീഡ് കൂട്ടിപ്പോയി. ശനിയാമേരപ്പോൾ കണ്ടില്ല, റോഡിൻ്റെ അവിടെ വെള്ളം കെട്ടിക്കണുണ്ടോ. എത്ര വെള്ളക്കെട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞാലും അത് മാറുന്നില്ല. അവിടെ ഇവിടെ ഒക്കെ വെള്ളക്കെട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് പോയി തുറന്നു കൊടുക്കട്ടെ, വീട്ടിൽ പോയി കൈക്കോട്ട് എടുത്തിട്ട്. ഇത് ഞായറാഴ്ച ഒക്കെ പ്രത്യേകിച്ച് തിരക്കുള്ള റോഡാട്ടോ. ആ വെള്ളം ഒരു തുള്ളി പോലും ഒലിച്ച് പോകണില്ല. മഴ പെയ്യണത് അവിടെ സ്റ്റോറായി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ പോവാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നേ അലാക്കിൻ്റെ ഒരു കൈക്കോട്ട് എടുത്തുകൊണ്ട് വരികയാണ്. ക്യാമറമാൻ മഴ ആയിട്ട് ഇതാ സ്റ്റോപ്പിൽ തന്നെ ഇരിക്കുകയാണ്. മക്കളെ, എൻ്റെ നാട്ടുകാർ എന്നുള്ള നിലക്കേ നിങ്ങളടുത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നിങ്ങനെ തോന്നി തുടങ്ങിക്കണ്ടിട്ട് എനിക്ക് എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ കേരളത്തിൻ്റെ അങ്ങും ഇങ്ങും സൗദിയിലും ദുബായിലൊക്കെ ഉള്ള ആളുകൾ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടുകാർ എന്നുള്ള നിലക്ക് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ലൈക്ക്, കാര്യങ്ങൾ, കമൻറ്റ്, അതേമാതിരി ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യണേ. എന്നാലല്ലേ നമുക്കിതിനൊരു ഉഷാറും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. മക്കളെ കണ്ടില്ലേ, ആളുകൾക്കും നടന്നു പോകാൻ വയ്യ. വണ്ടിക്കാരാണെങ്കിൽ വെള്ളക്കെട്ട് കാണുമ്പോൾ കുറച്ച് സ്ലോവാക്കണേ. അങ്ങനത്തെ പരിപാടിയില്ല. ഇനിയിപ്പോൾ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള നല്ല കാര്യത്തിന് ചിലവാക്കും ഞാൻ. ഇങ്ങനെയുള്ള കാര്യത്തിന് എന്നല്ല, പല പല ചിലവുകളുണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇപ്പോൾ ചിലവുണ്ടല്ലോ. എൻ്റെ നാട്ടുകാർ ഇഷ്ടംപോലെ ആളുകൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെവർക്കൊക്കെ നന്ദി അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഇത് കണ്ടിട്ട് ഫോളോ ചെയ്യാത്ത ആളുകൾ നിർബന്ധമായി ഫോളോ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് നമുക്ക് ഇങ്ങനെ കുറേ ആളുകളിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ പല സ്ഥലങ്ങളിൽ ഇതേപോലെ ആളുകൾക്ക് ചെയ്യാൻ തോന്നുക. അപ്പോൾ ഞാൻ ചെയ്യണ ഈ വർക്ക്, ഈ പിന്നെ സാമൂഹ്യ പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ നല്ല വ്യൂസും നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം. എല്ലാവരും വീഡിയോൻ്റെ താഴെ ഒന്ന് പോയിട്ട് എൻ്റെ ചാനലിലൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോക്കെ മനസ്സിലാവും കേട്ടോ. ഏതായാലും നല്ല കിതപ്പും നല്ല ക്ഷീണമുണ്ടേ. അടുത്ത പ്രാവശ്യം കൂലി കൊടുത്താലും വേണ്ടിയില്ല, ഒരാളെ വിളിക്കണം. ഈ വെള്ളം ഈ റോഡിൻ്റെ നടുവിൽ നല്ല വെള്ളം കെട്ടി നിൽക്കുക. ഈ മഴയൊക്കെ കഴിഞ്ഞാൽ അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞാലും ഈ വെള്ളം സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ റോട്ടിലുണ്ടാവും. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കൈക്കോട്ടിൻ്റെ പണി മാത്രം റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ട്. വേറെ ഒരു പണിയും പ്രശ്നമില്ല. നമുക്ക് കുറച്ച് നേരം കൊത്തുമ്പോത്തിന് ശ്വാസം മുട്ടുന്ന പ്രശ്നമാണ്. ഇവിടെ കണ്ടൊരു ഓവാണിത്. ഓവുണ്ട് കലക്ക്. ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ തൊട്ട് ഈ വെള്ളക്കെട്ട് ഇവിടെ കെട്ടി നിൽക്കുക. വെള്ളം ഇതിലിങ്ങനെ വർക്കിന് പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ കാണുന്ന സ്ഥലം അത്. മക്കളെ, ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ഓവുണ്ട്. ഈ ചാല് ഞാൻ കണ്ടില്ല ആദ്യം. ഈ ഓവും കണ്ടില്ല. ഈ ചാല് ഇവിടെ ഒന്ന് ക്ലിയർ ആക്കിയാണെങ്കിൽ പണി കുറേ കുറഞ്ഞിട്ട് വെറുതെ അത്രയും കീറി അവിടെ. പക്ഷെ നല്ല തന്നെ ഉണ്ട് ആ വെള്ളം. അതിൽ പോയിക്കോളും. ഓവുണ്ടായിട്ടൊന്നും കാര്യമില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കുഴങ്ങിപ്പോയി, അതുകൊണ്ടാ. എല്ലാം സെറ്റായിട്ട് നമുക്ക് വെള്ളം മൊത്തം വറ്റിയാണ്. കണ്ട, ഇത്രക്കിൻ്റെ വണ്ടി നിൽക്കണേ, ഇത്രക്ക് വെള്ളം ഇവിടെ.